മരുഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകും. അടിപൊളി പൊളിച്ച്. ഡ്രൈവറും തമ്മിൽ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല, ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. എന്നാ പിന്നെ തുടങ്ങാല്ലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ദുബായ് വ്ലോഗ്സ് ഡേ 3 ആണ്. നമ്മൾ പോകുന്നത് ഡെസേർട്ട് സഫാരിക്കാണ്. സോ ലെറ്റ്സ് ഗോ. ഡെസേർട്ട് സഫാരിക്ക് നമ്മളൊരു പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അതിൽ ഇൻക്ലൂഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി വന്നിട്ടുണ്ട്. ഡെസേർട്ടിലേക്കുള്ള യാത്ര ദാ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എടുത്തിരിക്കുന്ന പാക്കേജിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? ഇതാ കേട്ടോളൂ. ഷോസ്, എന്റർടൈൻമെന്റ് ഷോസ്, തന്നൂറ ഡാൻസ്, ബെല്ലി ഡാൻസ്, ഫയർ ഡാൻസ്, ഫയർ ഷോ, പിന്നെ ഡിന്നർ. ഇതാണ്. അപ്പോൾ കേട്ടല്ലോ, കുറേ വെറൈറ്റി ഓഫ് പ്രോഗ്രാംസ് നമുക്കായിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ലഞ്ച് ഒരു പൊറോട്ട റോളിൽ ഒതുക്കിയിട്ട് എല്ലാവരും ഡെസേർട്ടിൽ എത്താൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയതാ? അങ്ങനെയല്ല, വേസ്റ്റ് കൊണ്ട് ഇവിടുത്തെ വേസ്റ്റ് ഇല്ലേ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്നത് ഇതിനകത്തോട് ഡിസ്പോസ് ചെയ്യും. ഇതിനെ മുകളിൽ കുറച്ച് മണ്ണിടും, മണ്ണിട്ട് പൊക്കി പൊക്കി വേസ്റ്റ് മണ്ണ് അങ്ങനെ പൊങ്ങി പരിവായി. അങ്ങനെ കരാമയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത നമ്മുടെ ഈ ജേർണി ഏകദേശം ഒരു 1 hour എടുത്തുകൊണ്ട് ഡെസേർട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയുള്ള കാഴ്ചകളൊക്കെ ദാ ഈ ഡെസേർട്ടിൽ വെച്ചാണ്. ഗൈസ്, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഡെസേർട്ട് സഫാരിക്കാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടാലോ? നമ്മളിപ്പം ഡെസേർട്ട് റൈഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ റൈഡ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് ഞങ്ങളിതാ വണ്ടി കയറാൻ പോവാണ്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. മസ്റ്റ് ട്രൈ സാധനം. നമ്മൾ എങ്ങോട്ടാ? ഇനി നമ്മൾ ഡെസേർട്ടിലേക്ക്, അപ്പർ ഡെസേർട്ട്. എന്താ ചെയ്യാൻ പോകുന്നത് ഇപ്പോ? ഇനി നമ്മൾ ഡെസേർട്ടിൽ ഓടിക്കണമെങ്കിൽ ടയർ പ്രഷർ കുറയ്ക്കണം. നോർമൽ ഓൺ റോഡ് 85 PSI ഉപയോഗിക്കുക. ഡെസേർട്ടിൽ നമുക്കത് 15 PSI മതി. ഫ്ലാറ്റർ ആൻഡ് സോഫ്റ്റർ ആക്കണം. ഇനിയാണ് നമ്മളെ റൈഡ് തുടങ്ങാൻ പോകുന്നത്. സോ ബിഫോർ ദാറ്റ് നമ്മൾ ബെൽറ്റ് ഇടണം. വണ്ടിയുടെ ഉള്ളിലിരുന്ന് മാത്രം നമ്മളത് ആസ്വദിച്ചാൽ പോരല്ലോ, വണ്ടിയുടെ പുറത്ത് നിന്നിട്ടും ഈ വ്യൂ ഒന്ന് കാണണ്ടേ? ഇതാ കണ്ടോളൂ. ഞാനിപ്പോ സാൻഡ് സ്കീയിങ് ചെയ്യാൻ പോവാണ്. കുഴപ്പമൊന്നുമില്ല. അടുത്തതായി 18 ഊഴാണ്.
You can. അയ്യോ. ഡെസേർട്ടിൽ വരുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ വേസ്റ്റ് വാട്ടർ ബോട്ടിലും ഫുഡ് ഐറ്റംസും ഒന്നും അവിടെ കളഞ്ഞിട്ട് ആരും വരരുതേ. ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോകാറ്. അങ്ങനെ അതിമനോഹരമായ ഡെസേർട്ട് റൈഡിന് ശേഷം ഞങ്ങൾ ഇവിടെ തളർന്നിരിക്കുകയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ദൃശ്യ, എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഡെസേർട്ട് സഫാരി? ആകാശേട്ടാ, അടിപൊളി പൊളിച്ചു. അത് കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ മഹാസംഭവങ്ങളായിരുന്നു. അതെന്തായിരുന്നു അനന്തേട്ടാ? അത് നമ്മളെ വ്ളോഗറും ഡ്രൈവറും തമ്മിലുണ്ടല്ലോ, വേറൊന്നുമില്ല, ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ കോമ്പറ്റീഷനിൽ ആരാണ് ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഏതോ ഒരു മരുഭൂമിക്കകത്ത് ചെന്ന് കയറി കൊടുത്തു. വ്ളോഗർ ആദ്യമേ വാൾ വെച്ചു, അതിന്റെ പുറകെ അഭിരാജ്, അരന്തു, പിന്നെ എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും അതൊന്ന് മസ്റ്റ് ട്രൈ ചെയ്യണം. ഇനി അടുത്തത് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? നമ്മളിന് നേരെ ഡെസേർട്ടിലാണ് പോണത്. ഡെസേർട്ടിനകത്തുള്ള ക്യാമ്പാണ്. ഒട്ടകത്തിന്റെ മേളിൽ കയറക്കും, അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബെല്ലി ഡാൻസും പിന്നെ ഫയർ ഡാൻസും പിന്നെ എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും പോയി കാണാം. അങ്ങനെ നമ്മൾ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ക്യാമ്പ്. ബാക്കി വിശേഷങ്ങൾ ക്യാമ്പിൽ ചെന്നിട്ട് കാണാം. ക്യാമ്പിൽ എന്തൊക്കെ പ്രോഗ്രാംസാ ഉള്ളത്? ക്യാമ്പിൽ തണ്ണൂറ ഡാൻസ്, ബെല്ലി ഡാൻസ്, ഫയർ ഷോ, പിന്നെ ഡിന്നർ. ആഹാ, ഇതെന്താ സാധനം? ഇവിടെ ടേബിളൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തത് കൊണ്ട് തന്നെ നന്നായിട്ട് പ്രോഗ്രാംസൊക്കെ ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആസ്വദിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നു. ഗൈസ്, ഇവിടെ കാണുന്ന ക്യൂ ഫുഡിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫുഡ് നമുക്ക് ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ പാക്കേജിൽ. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫുഡും ഞാൻ എടുത്തിട്ടുണ്ട്. ഒന്നും കണ്ടതുമില്ല.
ഇതോടുകൂടി സ്റ്റേജ് പ്രോഗ്രാംസ് ഒക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. പിന്നീട് നമ്മൾ പോയത് കയ്യിൽ മെഹന്തി ഇടാൻ വേണ്ടിയിട്ടായിരുന്നു. ഫ്രീ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഒരു ഫിംഗറിൽ മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെസേർട്ട് സഫാരി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ചു വെക്കാൻ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് കരുതിയപ്പോഴാണ് ഈ സാൻഡ് ആർട്ട് അവിടെ കണ്ടത്. നമ്മുടെ പേരൊക്കെ എഴുതി എന്നും ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിൽ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിരുന്നു. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ആക്ടിവിറ്റി. അതും ഞങ്ങളായിരുന്നു ഈ ക്യാമലിൻ്റെ പുറത്ത് ലാസ്റ്റ് കയറിയതും. മരുഭൂമിയിലെ ഈ ഒട്ടകത്തിൻ്റെ കൂടെ നിന്ന് ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഡെസേർട്ട് സഫാരി വണ്ടർഫുൾ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഈ ടൂർ പാക്കേജ് നമുക്ക് കോർഡിനേറ്റ് ചെയ്ത് തന്നത് ഈ അരുൺ ചേട്ടനാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡെസേർട്ട് സഫാരിക്ക് വരണമെന്നുണ്ടെങ്കിൽ അരുൺ ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.